കഷായത്തിന്റെ പൊടി ഒരാഴ്ചക്കും കൂടിയേ ഉണ്ടാവൂ. അവരയക്കും. രാജേന്ദ്രനെ കണ്ടതേ ഇല്ലല്ലോ, അത്രയ്ക്ക് ബിസിയാണ്. എന്തോ വയേഴ്സ് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും. എനിക്ക് ഒരു മേജർ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്ക് വല്ല കോളം എഴുതാം. 8 മണിക്കൂർ ഡെസ്കിലിരിക്കുന്ന പണി വയ്യ. ഞാൻ ചീഫിന് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നവരെ ഇവിടെ 1-2 കൊല്ലം. ഹോസ്റ്റലിൽ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ മറ്റൊരു അറേഞ്ച്മെന്റിനെ പറ്റി പറഞ്ഞത് മനസ്സാകെ സമനില തെറ്റിയ സമയത്ത് ഞാൻ എന്തൊക്കെയോ വിഡിത്തങ്ങൾ. Forget it. Just forget it. ഹോസ്റ്റലിൽ താമസം, വീക്കെൻഡിലെ വരവും പോക്കും ബുദ്ധിമുട്ടല്ലേ? നമുക്ക് സുഖമായി കഴിയാനുള്ള വക നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടും. ഡോക്ടർ ഉണ്ണി പറഞ്ഞതുപോലെ നല്ല ഒന്നാന്തരം ശ്വസിക്കുന്ന മണ്ണ്. നമുക്കിതൊരു വലിയ ഫാമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്താ? നല്ലതാണ്. പക്ഷേ ഞാൻ ജോലി വിടുന്നില്ല. എങ്കിൽ ശരി, നിർബന്ധിക്കുന്നില്ല. എനിക്ക് എന്റെ ജീവിതക്രമം ആകെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെ. നിനക്കെന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? അറിയില്ലേ, പുതിയൊരു ജീവിതക്രമം എനിക്കും കൽപ്പിച്ചത് ദാ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അത് ചിട്ടപ്പെടുത്താൻ ഞാനും ഓടി നടക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല. മരണം മുന്നിലെത്തിയെന്ന് തോന്നിയപ്പോ പലതും ആലോചിച്ചു പോയി. ആ കൺഫ്യൂഷൻ പെട്ടതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് വെച്ചോളൂ. പറഞ്ഞത് അത് മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു കണക്കെടുപ്പ് നടത്തി മറന്നു കിടന്നതൊക്കെ വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഐ ക്യാൻ റിപ്പീറ്റ് വേർഡ് യു സെഡ് വേർഡ് ബൈ വേർഡ്. ഞാൻ പറഞ്ഞത് അതല്ല. You are a miserable hypocrite. ഈശ്വര, Don't try my... this is the limit. I tell you don't. തർക്കവും തകരാറും കൂടി വരികയാണല്ലോ. സ്ഥലം വിൽക്കുന്ന കാര്യമാവും. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലാക്കണത്. കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതല്ല, അവൾക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കാനൊന്നും പറ്റില്ല. കോളേജിൽ പോണം. കാര്യം അതാവും. എനിക്കറിയാം. പപ്പായുടെ സ്വത്തിൽ അവകാശം ഇല്ലെന്ന് വന്നപ്പോഴേ കണക്കൂട്ടൽ തെറ്റി. നീ തന്നെ അത് പറയണം. പണപ്പെട്ടി വേണമെങ്കിൽ തല ഉനിക്കാൻ വയ്യാത്തതുകൊണ്ട് ജോലികൾ വലിച്ചെറിഞ്ഞ് ഞാൻ തന്നെ അത് കേൾക്കണം. പങ്കിട്ട് കഴിഞ്ഞാൽ നിത്യച്ചെലവിന് കഷ്ടി എന്ന പാരലൽ കോളേജ് എന്റെ മഹാസാമ്രാജ്യമായിരുന്നു. നീ കണ്ടതല്ലേ? ഐ വാസ് ഫ്രീ ദയർ ആൻഡ് ഐ വാസ് ഹാപ്പി. സ്വാതന്ത്ര്യം, ഒരുപാട് സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരുടെ മുഴുവൻ ആരാധന. ആ കൂട്ടത്തിൽ തിക്കിത്തിരക്കി മുന്നിൽ കയറി വന്ന ആളെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ വിശ്വസിക്കാത്ത 100 കാര്യങ്ങൾ എഴുതി നിറയ്ക്കാൻ സമ്മതിച്ച് പത്രമാഫീസിലെ പണിയേറ്റത് എന്തിനാണ്? ആലോചിച്ചിട്ടുണ്ടോ? എന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്നവൾക്ക് ഒരു വീടുണ്ടാവണം. ആർഭാടമില്ലെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മുട്ടുവരാത്ത ഒരു ചെറിയ വീട്. അതിനുവേണ്ടി തല കുനിച്ച് നട്ടല് തന്നെ വളഞ്ഞു. പഴയ സഹപ്രവർത്തകർ മുഴുവൻ പുച്ഛിച്ചു. ബുദ്ധിജീവിയുടെ പരിവേഷത്തേക്കാൾ പ്രധാനമാണ് കെട്ടിയ പെണ്ണിന്റെ സംരക്ഷണമെന്ന് അവരോടൊക്കെ പറയാൻ എനിക്കൊരു മടിയുണ്ടായില്ല. നീ കേട്ടതല്ലേ? ഇപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പോയിപ്പോയ രോഗം വേഗം തിരിച്ചു വരണേന്ന് ഉള്ളൊരുകി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നെ പറ്റി അതാണോ ധരിച്ചത്? രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഇനിയും പ്രാർത്ഥിക്കും. ഐ വിൽ ഗോ ആൻഡ് പ്രേ. പക്ഷേ അതൊക്കെ മതി. കൂടെ കഴിയാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്. യു മേഡ് മീ തിങ്ക്. വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം. ഞാനും കുറെ ആലോചിച്ചു. താങ്ക്സ് ടു യു. പ്രേമം ഒരു അഡ്വഞ്ചർ മാത്രമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. മലകയറ്റം പോലെ ഒരു അഡ്വഞ്ചർ. മുകളിൽ എത്തുന്നത് വരെയാണ് ത്രിൽ. കയറിക്കഴിഞ്ഞ് പേരൊരു പാറയിലോ മറ്റോ വരച്ചിട്ടാൽ അത് തീർന്നു. അത്യധ്വാനം എന്തിനായിരുന്നു എന്ന് കയറിയവരൊക്കെ വിചാരിച്ചു പോവും.
മാലിനി, യു ഡോണ്ട് റിയലൈസ് വാട്ട് യു ആർ സേയിങ്. അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പൊരുത്തപ്പെട്ടപ്പോൾ മാരേജ് ആകെ പരാജയമായിരുന്നുവെന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഞാനല്ലല്ലോ. തെറ്റ് തിരുത്താൻ വഴി കണ്ടത് ആരാണ്? മറ്റൊരുത്തന്റെ കയ്യിൽ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് കൈ കഴുകി ആശ്വസിച്ചത് ആരാണ്? അന്നത്തെ ചുറ്റുപാട് അത് മറക്കുന്നു. അന്ന് ആലോചിച്ച് ശരി, പറഞ്ഞതും ചെയ്തതും ഒക്കെ ശരി, 100 വട്ടം ശരി. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻ മാറിയില്ലേ? അതുകൊണ്ട് വിശേഷിച്ച് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ? ഞാൻ രാജേന്ദ്രന്റെ കൂടെ കിടന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല. ഹൈ സൊസൈറ്റിയുടെ ഒരു ലേബൽ പണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ സുഖം തേടി ആണിന്റെ കിടക്കയിൽ ചാടി വീഴുന്നത്ര ഡീഗ്രഡേഷൻ ഞാൻ വളർന്ന ഹൈ സൊസൈറ്റിക്കും ഇല്ല. മനസ്സിലാക്കിക്കോളൂ. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒന്നും വേണ്ട. രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റും കിട്ടാത്തതായിരുന്നല്ലോ ഈ വിവാഹം. നമ്മൾ രണ്ടാളും ഒരു ഘട്ടത്തിൽ അത് സമ്മതിച്ചതാണ്. എനിക്കിനി വേണ്ടത് പിരിയാൻ, നല്ല ഫ്രണ്ട്സായി പിരിയാൻ ഒരു അവസരം. എനിക്ക് രാജേന്ദ്രന്റെ സെൻട്രൽ എസി ബംഗ്ലാവും വേണ്ട. എന്റെ ഹോസ്റ്റൽ മുറി ധാരാളം. ഞാൻ എന്ത് തെറ്റി പറ. മനസ്സിലാവുന്നു, തെറ്റുകൾ മനസ്സിലാവുന്നു. ഏറ്റവും വലിയ തെറ്റ് മരിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ. ഒരു കാര്യം പറയണമെന്ന് തോന്നിയിട്ട് കുറച്ച് ദിവസമായി. ഇംഗ്ലീഷ് ചികിത്സ എളുപ്പാ. കഷായം, ഗുളിക, മരുന്ന്, വെട്ടിത്തിളപ്പിച്ച വെള്ളം. പണിക്കാരും ഇല്ലാത്തപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ആവില്ല കേട്ടോ. അതിനു ചുറ്റും വട്ടം ചുറ്റി നൃത്തം ചെയ്ത് നാം എന്തൊക്കെയോ സങ്കല്പിക്കുന്നു. മധ്യത്തിലിരിക്കുന്ന അതാകട്ടെ എല്ലാം അറിയുന്നു. I told you he'll be here. Oh. ഈ സമയത്ത് ഞാൻ തനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത റിലാക്സേഷൻ അല്ലേ? താനിപ്പോഴും എന്റെ പേഷ്യന്റ് ആണെന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. യു ലുക്ക് ഓൾ റൈറ്റ്, താങ്ക് ഗോഡ്. താൻ വിളിച്ചെന്ന് പറഞ്ഞു. വെറുതെ നമുക്ക് വീട്ടിൽ പോ. വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. ഇളനീര് കുടിച്ചു. സായിപ്പ് ചെറിയമ്മയുടെ ഒരു ഫോട്ടോയും എടുത്തു. ഇത് ഡോക്ടർ പോൾ ഫോർഷെ. രവി, ഐ ടോൾഡ് യു അബൌട്ട് ഹിം. ഫ്രഞ്ച് ആണ്, ഇംഗ്ലീഷ് കഷ്ടിയാ. രവിയുടെ കേസ് ഹിസ്റ്ററി ഒക്കെ അറിയാം. 11:30 എയർപോർട്ടിലെത്തണം. ഞാൻ ബോംബെ വഴി നാളെ മടങ്ങുന്നു. നവംബർ ഡിസംബറായി ഞാൻ തിരിച്ചു വരും. വിഷമമൊന്നും തോന്നില്ല ഇപ്പോ? എവറിഥിങ് അണ്ടർ കൺട്രോൾ? യെസ്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എന്തെങ്കിലും പ്രോബ്ലം തോന്നുമ്പോ ഡോക്ടർ നീരജയെ വിളിക്കണം. നിൽക്കാൻ സമയമില്ല. ദൈവാനുഗ്രഹം. താൻ നന്നായിരിക്കും. എന്തരത്? ഒരപേക്ഷയുണ്ട്. ഡോക്ടർ ഇത് ഗൗരവമായിട്ട് എടുക്കണം. ഐ എം വെരി വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. എഴുതിയാലോ ഡോക്ടർക്കെന്ന് വിചാരിച്ചതാണ്. ഡോക്ടറുടെ കഴിവുകൾ അപാരം, സിദ്ധാന്തങ്ങൾ അത്ഭുതകരം.
പക്ഷെ ഇനി മരണം ഉറപ്പായവരെ രക്ഷിക്കരുത് ഡോക്ടർ. കഴിവും ഡോക്ടറുടെ കൈപുണ്യവും ഉപയോഗിച്ച് അനായാസേനയുള്ള മരണം ഒരുക്കി കൊടുക്കണം. വിധിയെ തിരുത്തി എഴുതാൻ ഡോക്ടർ ആര്? നമ്മളാര്? രവി, മരണം എവിടെയും ഒരു ഉത്സവം പോലെയാണ്. സഹതാപം എന്താണ് സത്യത്തിൽ? എനിക്കിത് വന്നില്ലല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ സ്വകാര്യ പ്രകടനം അല്ലേ? പാട്ടും കൂത്തുമായിട്ടാണ് വടക്കേന്ത്യയിൽ ശവമെടുപ്പ്. ഞാൻ കണ്ടിട്ടുണ്ട്. ചെണ്ടയടിച്ച് ചാരായത്തിന്റെ ലഹരിയിൽ ആടിപ്പാടിയാണ് ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര തമിഴ്നാട്ടില്. സായിപ്പ്, മഹാനായ സായിപ്പിന്റെ നാട്ടിലെ സ്ഥിതി വായിച്ചറിവേ ഉള്ളൂ. അടക്കി കഴിഞ്ഞാൽ വീട്ടിൽ വിസ്കിയും വൈനും ഒഴുകുന്നു സമൃദ്ധമായി. പിടവാങ്ങിയ ദുഃഖം മറക്കാനെന്ന് പറയും. ശല്യം തീർന്നതിന്റെ ആഘോഷമായിട്ടും കരുതാം അല്ലേ ഡോക്ടർ? നമ്മളോ മരണം ഒരു അനുഷ്ഠാന കലയാക്കി മാറ്റിയവർ. ഒരു തനത് നാടകത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്ക്, ഇല്ലേ? മരണം എന്നും നമുക്ക് പവിത്രം, ഉദാത്തം. പാവം ജീവിതം ഇവിടെ നിന്യം നിഷിദ്ധം അല്ലേ ഡോക്ടർ? ശരി ശരി. സോറി ഡോക്ടർ. എന്താ അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഒരു ചെറിയ സംശയം ചോദിച്ചിട്ട് ഡോക്ടർ, സമയമുണ്ടോ? ശരീരമാണ് രോഗം മാറ്റാൻ കൽപ്പിക്കുന്നതെന്നാണല്ലോ ഡോക്ടറുടെ തിയറി? ദാറ്റ്സ് റൈറ്റ്. ശരീരത്തിന്റെ മനസ്സ് വളരെ തീക്ഷ്ണമായി ഇന്റൻസായി രോഗം തിരിച്ചു കിട്ടണമെന്ന് ശരീരം ആഗ്രഹിച്ചാലും ഫലിക്കണം അല്ലേ? മണ്ട, മഹാരോഗം തിരിച്ചു കിട്ടാൻ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? വാട്ട് നോൺസെൻസ്. ഓ, ചിലപ്പോ രോഗം വരുത്താനുള്ള തെറാപ്പി ഒന്ന് അറിഞ്ഞു വെക്കേണ്ടതായിരുന്നു ഡോക്ടർ. ശരി, എന്താ കാര്യം? ഒന്നുമില്ല. ഡോണ്ട് പ്ലേ വിത്ത് ഡെസ്റ്റിനി. വീണ്ടും ഒരു ജന്മം തന്ന ശക്തി ഏതോ ആവട്ടെ. ആ കടം വീട്ടാൻ ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിക്ക്, വായിക്ക്, എഴുത്, കാര്യമായ എന്തെങ്കിലും വർക്ക് ചെയ്യേ. ടേക്ക് കെയർ. God bless. God bless. God bless. God bless. ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ വന്നു. എന്നിട്ട് വിളിക്കാത്തത്? കുറച്ച് ടാബ്ലേറ്റ് വർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോ ഒന്നിനും തോന്നിയില്ല. ഇരിക്കൂ. പയ്യനില്ല. ഡിന്നർ പുറത്തായാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മാലിന്യം വന്നത്. ഫ്രിഡ്ജിലെല്ലാം ഉണ്ട്, ചൂടാക്കേണ്ട കാര്യമുള്ളൂ. ഔട്ടിങ് വേണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോവാം. സീ ഫേസിൽ ഒരു ബെസ്റ്റ് ചൈനീസ് കുക്ക് വന്നിട്ടുണ്ട്. രവിയേട്ടന് പിന്നെ വല്ല ചേഞ്ച്? ഇല്ല, ഒന്നുമില്ല. സുഖമുണ്ട്. വെരി നോർമൽ. രവിയേട്ടൻ എന്നോട് പലതും പറഞ്ഞു. എന്നോടും പറയാനാണ് വന്നത്. പക്ഷെ ഞാൻ ചാൻസ് കൊടുത്തില്ല. മരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ എന്തൊക്കെയോ നമ്മളോട് പറഞ്ഞില്ലേ? അതൊക്കെ തന്നെ. വീണ്ടും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഞാൻ സമ്മതിച്ചാണ്. വീട് ഒരുങ്ങിക്കഴിഞ്ഞു. മാലിന്യം ഒറ്റയ്ക്ക് ഇവിടെ വിട്ട് നാട് കണ്ടാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും വേണ്ട ഏജന്റുമാരെ വെച്ചു. ഓൾ സെറ്റ്. നമുക്കത് മറക്കാം. ആ ഹോൾ എപ്പിസോഡ്. ആപത്തൊന്നും വരാതെ രവിയേട്ടൻ തിരിച്ചു വരികയും ചെയ്തു. ഒരു തമാശ കേട്ട പോലെ അത് വിട്ടുകളയാം. നമ്മള് കുട്ടികളല്ലല്ലോ. നമ്മൾ കുട്ടികളല്ല. അക്സെപ്റ്റഡ്. ജീവിതം ഒരു തമാശക്കളിയല്ല. എഗെയിൻ അക്സെപ്റ്റഡ്. പക്ഷെ ഒരാളുടെ വിങ്സ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് അക്ഷരങ്ങൾ മായ്ക്കാനും വരുത്താനും പാകത്തിലുള്ള ഒരു മാജിക് സ്ലൈറ്റ് അല്ല മനുഷ്യന്റെ മനസ്സ്.
കല്യാണക്കാരി എടുത്തിട്ടപ്പോൾ ഞാൻ എതിർത്തതാണ്. ഇപ്പോഴത്തെ ഒത്തുമാറ്റത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. 6.5 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ ഒറിജിനൽ വിവാഹം ബുദ്ധിജീവിയായി നടന്നുകൊണ്ട് കുടുംബം പുലർത്താനാവില്ല എന്ന് വാദിച്ചു. സൗകര്യത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുതെന്ന് അപേക്ഷിച്ചു. എതിർക്കാൻ കാരണം ഈ ന്യായങ്ങളൊന്നും ആയിരുന്നില്ല എന്നത് വേറെ. ആ പെൺകുട്ടിയുടെ ആരാധന കൊണ്ട് രാപ്പകൽ ആദ്യ പിടിച്ചേർന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ ധ്യാനം, മോഹം, സ്വപ്നം ഒക്കെ അവൾക്ക് ചുറ്റും. അവനത് പറയാൻ വയ്യ. കല്യാണം മുടക്കാൻ ആഗ്രഹിച്ചത് അവന് വേണ്ടിയാണ്. അവന്റെ എരിഞ്ഞു നേറൻ മാന്യക്കറിയില്ല. ആരുടെ? എന്റെ, ഈ രാജേന്ദ്രന്റെ. പാർട്ട് ടൈം പണിയെടുത്ത് പഠിക്കുന്നവൻ. അവൻ എങ്ങനെ സത്യം പറയും? ആചാരോപചാരങ്ങൾ വിടാത്ത 10 ഇംഗ്ലീഷ് വാചകങ്ങൾ, പെൺകിടാങ്ങളെ ക്ലാസ്സിൽ ചിരിപ്പിക്കാൻ 4 ഫലിതം, വാർഷികത്തിന്റെ നാടകത്തിൽ ഷേക്സ്പിയറുടെ 2 ആത്മകഥം. നൈജീരിയയിൽ നിന്ന് വന്ന് ആദ്യം നാട് കണ്ടവർ, ഹൃദയം പറിച്ചെടുത്ത രവിസാറിന്റെ കാൽക്കൽ. അവന്റെ വേഷം ഓർമ്മയുണ്ടോ? പാന്റ് നിലത്തഴയും. പാർട്ട് ടൈം ടൈപ്പിസ്റ്റായി പണിയെടുക്കുന്ന വീട്ടിലെ സാറിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ്. മാലിനി, തടിച്ച ദേവി. 3ാമതൊരാൾ കൂടി ഉണ്ടല്ലോ, ശാന്തകുമാരി. നിങ്ങളുടെ പരിഹാസം കേൾക്കാത്ത ദിവസമില്ല. പക്ഷേ രാജേന്ദ്രൻ ഞങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു. കോളേജ് ഡേയ്സിലെ പരിഹാസമൊക്കെ ആരെങ്കിലും സീരിയസ് ആയി? ഹേയ്, ആക്ഷേപമില്ല. അല്പം പരിഹാസം നിത്യവും കിട്ടിയില്ലെങ്കിലായിരുന്നു പിന്നെ വിഷമം. പ്ലീസ്, ഞാൻ പറയാൻ വന്നത്. അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മുഴുവൻ കേൾക്കണം. അവന്റെ കഥ. നൈജീരിയയിൽ നിന്ന് പണം തലച്ചുമടായി കൊണ്ടുവന്ന ഡോക്ടർ തോമസിന്റെ മകളോട് അവൻ എങ്ങനെ പറയും? ദാ ഒരു ആരാധന ഇവിടെ, ഞാനുണ്ട്, തല കാണില്ല. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ സാക്ഷി ഒപ്പിട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ കരുതി വെച്ച നിക്ഷേപമാണ് സാറിന് തരുന്നത്. ഓർമ്മയുണ്ടോ? മാലിനി നന്ദി പറയാൻ മറന്നില്ല. മുഖത്ത് നോക്കിയില്ല. നോക്കിയാൽ എന്റെ കണ്ണീര് കാണുമോ എന്ന ഭയം. നോക്കൂ, ആ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻഫെക്ച്വേഷൻസ് തോന്നും. എനിക്കത് രവി സാറിനോടായി. അന്നത്തെ കമ്പമാവുമെന്ന് ഞാനും വിചാരിക്കാൻ ശ്രമിച്ചു. അല്ല, വെറും കമ്പം ഒരു കെടാത്ത തീ പോലെ മനസ്സിൽ നീറിക്കിടക്കില്ല. I loved you always. ഹോസ്പിറ്റലിൽ കാവൽ കിടന്നതും ചികിത്സയ്ക്ക് വാരിക്കോരി ചെലവ് ചെയ്തതൊക്കെ വെറും ഒരു ഗുരുഭക്തി കൊണ്ടാണെന്ന് ധരിച്ചോ? അറിയാം, എന്നെ സഹായിക്കാനും കൂടിയായിരുന്നു. ഞാനിത് മറക്കില്ല. പക്ഷേ രവിയേട്ടൻ മരിച്ചു ജീവിച്ചൊരു മനുഷ്യനാണ് എന്നോട് അപേക്ഷിക്കുന്നത്. അത് തെറ്റ്. നല്ല സമയത്ത് മരിക്കാത്തത് തെറ്റ്. അങ്ങനെ പറയരുത്. ഡോണ്ട് ബി സോ ക്രൂവൽ. പബ്ലിഷേഴ്സായി എന്തോ ഇടപാടുകൾ നടത്തുന്നു. ചെലവ് ചെയ്ത സംഖ്യയൊക്കെ ഒരുവിധം വീട്ടി തീർക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. പണത്തിന് പകരം നിന്നെ പിടിച്ചു വയ്ക്കുമെന്ന് കരുതുന്നുണ്ട് രവിശങ്കർ സാർ. എന്നെപ്പറ്റി സാറിനെന്തറിയാം? നിനക്കെന്തറിയാം? ഞാൻ ബിസിനസ്സുകാരനാണ്. ബയേഴ്സ് പല നാട്ടിൽ നിന്ന് വരും. അവർക്ക് വേണ്ടി കോൾ ഗേൾസിന് വരെ സപ്ലൈ ചെയ്യേണ്ടി വരും. പെണ്ണ് എനിക്കൊരു അപൂർവസ്വല്ല. മദ്രാസ്, ബോംബെ, ഡൽഹി വിളിച്ചാൽ പറന്നു വരുന്നവരുടെ 100 നമ്പരെങ്കിലും ആ ബുക്കിൽ കാണും. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. കടം വീട്ടുകയോ വീട്ടാതിരിക്കുകയോ ചെയ്യാം, അത് വേറെ കാര്യം, നിസ്സാരം. ഇഷ്ടമില്ലാതെ വേദന മറച്ചു പിടിച്ച് ഞാൻ ഏൽപ്പിച്ചൊരു വലിയ മുതലുണ്ട്. അതെനിക്ക് അദ്ദേഹം തിരിച്ചു തന്നു. സ്വമേധയാ ഞാൻ ഏറ്റുവാങ്ങി. The deal is cost. രാജേന്ദ്രൻ, help me. Please. ഞാനെന്ത് ചെയ്യണം? എനിക്കറിയില്ല. ഞാൻ ഈ സ്ഥലം വിട്ട് പോണോ? സ്ഥിരമായി ബോംബെ ഓഫീസിൽ നിന്നാൽ ബിസിനസ് നടത്താൻ ശല്യമാണ്. അരുത്. രാജേന്ദ്രൻ ഇവിടേക്ക് ഉണ്ടാവണം. എവിടേക്ക് പോരുത്.
എനിക്കൊരു സമാധാനത്തിന് എനിക്ക് എനിക്ക് വേറെ ആരുണ്ട്? ഞാനുണ്ട്, എന്നും ഞാനുണ്ട്.